പ്രൈസറോ കർത്താവിൻ്റെ വ്യത്യസ്തമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലെ അച്ഛങ്ങളുമൊക്കെയുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം എൻ്റെ 12-ാമത്തെ വാക്യം. ഉണരുക ഉണരുക ദെബോരി, ഉണരുക ഉണർന്ന് പാട്ട് പാടുക, എഴുന്നേൽക്ക ബാരാക്കി, അഭിനവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവത്തിന്റെ ഭാഗത്ത് ദൈവം ഉപയോഗിച്ച 2 വ്യക്തികളുണ്ട്. ഒന്ന് ദെബോരി, ഒന്ന് ബാരാക്കി. ഹല്ലേലൂയ. അദ്ദേഹം ചിന്തിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ബാരാക്കിയെ കുറിച്ചാണ്. ഹല്ലേലൂയ. യഹോവയായി ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട, ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു നല്ല ദൈവഭൃത്തിനാണ് ബാരാക്ക് എന്ന് പറയുന്നത്. പ്രൈസലോ. നാം ഇന്ന് ബാരാക്കെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ബാരാക്ക എന്ന് പറയുന്ന യുദ്ധവീരൻ, പുള്ളി വളരെ യുദ്ധവീരനാണ്. പ്രൈസലോ. ന്യായാധിപന്മാരുടെ കാലത്ത് ജീവിച്ച അവനെ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ എബ്രായ ലേഖനത്തിൽ അവനെ എടുത്തു പറയുന്നുണ്ട്. സ്തോത്രം. പ്രൈസലോ. വിശ്വാസത്തിൽ വീരന്മാരുടെ പട്ടികയിൽ വിശ്വാസത്തിൽ ആമിലി എന്തെന്നവനെ നമുക്ക് എബ്രായ ലേഖന കർത്താവ് വെളിപ്പെടുത്തി കാണിക്കുക. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 32 33 34 വാക്യങ്ങളിലാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇബ്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദാനം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. അത് കർത്താവിന് വേണ്ടി ശക്തമായി ഉപയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാർ ഒരുവനായിരുന്ന ബാരാക്കയെ കുറിച്ച് വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ പൗലോസ് എഴുതി ചേർത്തിരിക്കുന്നു. പ്രൈസ്. അപ്പം നമുക്ക് ആ കാര്യം ചിന്തിക്കുമ്പോൾ, ആ ഭാഗം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാരാക്കെ എത്രമാത്രം ദൈവം ശക്തമായി ദൈവവരങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാണ് വിശ്വാസവീരന്മാരുടെ പട്ടികയിലെ പേര് വന്നത്. അനവധി ആളുകളുടെ പേരുകൾ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വരാതിരുന്നപ്പോൾ ബാരാക്കിയുടെ പേര് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നതുപോലെ എന്നെ കേൾക്കുന്ന ദൈവദാസിദാസനെ, എന്നെ കേൾക്കുന്ന ശ്രോതാവി, നിങ്ങൾ കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിന് വേണ്ടി നിങ്ങൾ ശക്തമായി അല്ലെങ്കിൽ ചുമൽ കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, ദൈവം നിങ്ങളെ ഒരിക്കലും മറന്നു കളയില്ല. പ്രൈസലോ. ദൈവം നമ്മെ ഒരിക്കലും മറന്നു കളയുകയില്ല എന്നുള്ളത് യഥാർത്ഥ സത്യമാണ് നാം ബാരാക്കയെ കുറിച്ച് എബ്രായ ലേഖനം പറയുന്നതിൽ വായിക്കുന്നത്. കർത്താവിന് വേണ്ടി ആരെല്ലാം നിലനിൽക്കുന്നോ, കർത്താവിന് വേണ്ടി ആരെല്ലാം വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നോ, അവരെ ദൈവം മാനിക്കുകയും അവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നാം എത്രമാത്രം വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നു, അത്രമാത്രം ദൈവം നമ്മോട് വിശ്വസ്തയോടെ ഇടപെടുന്നവരാ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനവൻ നിവർത്തിക്കുമെന്ന് തെസ്സലോനിക്ക ലേഖനം 5:24 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്ന സ്ഥാനത്ത്, ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്ന ശുശ്രൂഷയുടെ മുഖത്ത്, നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ വീട്ടില് നീ ഒരിക്കലും മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വിശ്വാസവീരന്മാരുടെ പട്ടികകൾ വായിച്ചു നോക്കുമ്പോൾ അതിൽ ദൈവം ഉപയോഗിച്ച ദൈവത്തിന്റെ ദാസിദാസന്മാരെ പോലെ നീ ശക്തമായിട്ട് ദൈവങ്ങൾ ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിന് വേണ്ടി പൂർണ്ണമായി നിന്നു കൊടുക്കുകയാണെങ്കിൽ, നിന്നെ പിന്നത്തെ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ എന്താണ് നമ്മൾ വായിച്ചത്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ച് യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു എന്ന് നമ്മൾ കാണുന്നത്. അത്ര ശക്തമായി ദൈവസേന ഉപയോഗിക്കപ്പെട്ടവനാണ് ബാരാക്ക. തന്റെ സമർപ്പണവും തന്റെ ആത്മവിശ്വാസവും, ഹല്ലേലൂയ, താൻ ഒരുപോലെ ദൈവത്തിനു വേണ്ടി പ്രയോഗിച്ചു എന്നുള്ളതാണ്. തന്റെ സമയങ്ങളോ തന്റെ മറ്റു പരാതികളോ പരിഭവങ്ങളോ ഒന്നും അല്ല ഇവിടെ പറയുന്നത്. ദൈവത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം ഈ നാളുകളിൽ ഉപയോഗിക്കുന്നത്. ബാരാക്കെ പോലെ ദൈവത്തിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുന്നവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. അലസന്മാരെ, മടിയന്മാരെ ഒരിക്കലും ദൈവം ഉപയോഗിക്കത്തില്ല.
പ്രേക്ഷണോ നിസാര കാരണങ്ങൾക്ക് പോലും അലറിയ മാറി നിന്ന് ആമി പഴി പറഞ്ഞ് ആമി ദൈവത്തെ പോലും കുറ്റം ചാരുന്ന വിധത്തിൽ ആമി സംസാരിക്കുന്ന അനവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ പോലും ദൈവം ആമീൻ ഉപയോഗിക്കത്തില്ല. എന്നാൽ വിശ്വാസത്തിന് തീഷ്ണത കൊടുത്തുകൊണ്ട്, വിശ്വാസത്തിന്റെ തീഷ്ണത നിന്നുകൊണ്ട്, വിശ്വാസത്തിന്റെ പൂർത്തീകരണത്തിൽ നിന്നുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ദൗത്യം അത് കൃത്യമായി ചെയ്യണമെന്ന് ഹല്ലേലൂയ. അത് വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ രക്തം ചെയ്യും. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും മാനിക്കുക തന്നെ ചെയ്യും, രക്തം ചെയ്യും. അതുകൊണ്ട് ഇത് പകൽ എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, എന്നെ കേൾക്കുന്ന ശ്രോതാവി, സമയം അധികമില്ല, സമയം ഇനി അധികമില്ല നമ്മുടെ കൺമുമ്പിൽ. ഹല്ലേലൂയ. ഒന്നുകിൽ നമ്മുടെ മരണം സംഭവിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ വരവുണ്ടാകും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് സംഭവിക്കും മുമ്പേ വാരാക്കിയെ പോലും ഉണർന്ന് കർത്താവിന് വേണ്ടി നീ അമലെ പ്രവർത്തിക്കണം. പ്രൈസ്. കാരണം ശത്രു സൈന്യം പണ്ടത്തെ പോലെ തന്നെ ഇന്നും അതിശക്തമായി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ശത്രുവിന്റെ പോരുകളും ശത്രുവിന്റെ തന്ത്രങ്ങളും അവന്റെ ഗൂഢതന്ത്രങ്ങളെ എല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുക. സാത്താൻ പല പദ്ധതികളാണ് ദേശത്ത് നടപ്പിലാക്കാൻ തീരുമാനമിടുന്നത്. അപ്പൊ സാത്താന്റെ തന്ത്രങ്ങളെ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവജനം ഉണരേണ്ട കാലഘട്ടമാണിത്. ഹല്ലേലൂയ. ദൈവജനം ഉണർന്ന് ദൈവത്തിന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുടക്കാലും മടക്കണം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന് അന്ധകാരശക്തിയോടും സ്വലോകത്തിലെ ദുഷ്ടാത്മ സേനയോടുമാണെന്ന് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനുഷികമായ വേഷത്തിലും മാനുഷികമായ രീതിയിലും മാനുഷികമായ ഇടപെടലിലൂടെ പിശാച് പല വിധത്തിലും നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഹല്ലേലൂയ അതിന്റെ നടുവിൽ നീ വീണു പോകാതെ ഒടുവിൽ കർത്താവിന്റെ അമിത ബലത്തിനും ശക്തിപ്പെടിയും ദൈവത്തിനും വായിക്കുന്ന പോലെ വാരാക്കിയെ പോലെ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നീ തയ്യാറായാൽ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളും നീക്കി നിന്നെ ഉന്നതമായ വിജയത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവിന്റെ പകൽ പലരോട് ശക്തമായി ഇടപെടുകയാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. യേശുവിന് വേണ്ടി പ്രയോജനപ്പെടണം. ലോകത്തിന് വേണ്ടിയല്ല നിങ്ങൾ പ്രയോജനപ്പെടേണ്ടത്, ലോകക്കാർക്ക് വേണ്ടിയല്ല നിങ്ങൾ പ്രയോജനപ്പെടേണ്ടത്. ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിങ്ങളെ വിളിച്ച വേലയ്ക്ക് വേണ്ടി നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. പാപത്തിലും ശാപത്തിലും രോഗത്തിലും ബന്ധനത്തിലുമായിരുന്നു നിങ്ങളെ ജീവൻ തന്ന് വില കൊടുത്ത് വാങ്ങിവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കണം. രക്തം ചെയ്യും. നിങ്ങൾ കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെടണമെന്ന് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ബാരാക്കിനെ ഉപയോഗിച്ചതുപോലെ തന്നെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദെബോരയുടെ ഒരു പാട്ടാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. അവിടെ കാണുന്നുണ്ട്, സീസരിയുടെ സൈന്യത്തെ തോൽപ്പിച്ച ശേഷം ദെബോരയും ബാരാക്കും ചേർന്ന് പാടിയ ഈ പാട്ട് മിസ്രൈ സൈന്യം ചെങ്കടലിൽ മുങ്ങിപ്പോയപ്പോൾ മോശയും മിരിയാമും ചേർന്ന് പാടിയ പാട്ടിനെ അനുസ്മരിപ്പിക്കുന്നതാണെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ മിസ്രയീം സൈന്യം ചെങ്കടലിൽ മുങ്ങിയപ്പോൾ മോശയും മിരിയാമും ചേർന്ന് പാടിയ പാട്ടാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 1 മുതൽ 21 വരെ. ആ പാട്ടും ഈ പാട്ടും കൂടെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ വളരെ സാമ്യമുള്ളതായിട്ട് കാണുവാൻ കഴിയും. അതെ, എവിടെയെല്ലാം ദൈവമക്കൾ വിജയ സാധ്യതയിൽ വരുന്നിട്ടുണ്ടോ, എവിടെയെല്ലാം ദൈവമക്കൾ വിജയിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം അവർ ദൈവത്തെ പാടി സ്തുതിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് സ്വതാവി, ദൈവം നിനക്കൊരു വിജയം തരുമ്പോൾ, ദൈവം നിനക്കൊരു നന്മ തരുമ്പോൾ, ദൈവം നിനക്കൊരു വിടുതൽ തരുമ്പോൾ, ദൈവം നിനക്കൊരു ആശ്വാസം തരുമ്പോൾ നീ ദൈവത്തെ പാടി സ്തുതിക്കുന്നവനായിരിക്കണം, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുന്നവളായിരിക്കണം. നിന്റെ സമയത്ത് നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഹല്ലേലൂയ. ഒഴിവുകഴിവ് പറഞ്ഞ് നാം ദൈവത്തിന് ഒരിക്കലും ഒഴുകിപ്പോകരുത്, നാം ഒരിക്കലും മാറിപ്പോകരുത്. നമ്മെ വിളിച്ച ദൈവത്തിന്റെ വേല ചെയ്യുവാൻ കടപ്പെട്ടവരാണ്, നമ്മെ ഏൽപ്പിച്ച ദൗത്യം ചെയ്യുവാൻ ഞാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. എന്നെ കേൾക്കുന്ന ശ്രോതാവി, സഹോദര സഹോദരി, നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ നീ കൃത്യമായി ചെയ്തെടുക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും നാം ദൈവത്തോട് ചേർന്ന് വസിച്ച് ലോകം ശത്രു സൈന്യത്തിന്റെ കയ്യിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ ദൈവജനത്തെ, ദൈവമക്കളെ, ദേശത്തെ, രാജ്യത്തെ, രാഷ്ട്രങ്ങളെ, ജനത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി, വിടലിന് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ ആ ദൈവത്തിനെ ഇവിടെയാക്കി വെച്ചിരിക്കുന്ന രക്തം ചെയ്യും. ഹല്ലേലൂയ. ശത്രു സൈന്യം പ്രബലപ്പെടുമ്പോൾ അതിന്റെ മധ്യേ ദൈവജനം
ദൈവജനം ഉണരണമെന്ന്. ഹല്ലേലൂയ. സാത്താൻ പല തന്ത്രങ്ങളുമായി ഏതൻ പരദീസ തൊട്ട് മനുഷ്യനെ പാപത്തിൽ വീഴ്ത്തുവാൻ, പാപത്തിലേക്ക് കൊണ്ടുപോകാൻ പല പദ്ധതിയുമായി അവൻ ഇറങ്ങിയിരിക്കുന്നവനാ. അന്ന് തൊട്ട് ഇന്നുവരെയും മനുഷ്യനെ പാപത്തിലേക്ക് അട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാത്താന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് നീ രക്ഷ പ്രാപിക്കുവാൻ ഈ കാലഘട്ടത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. ബാരാക്കിനെ പോലെ യുദ്ധസമർത്ഥനായി, യുദ്ധവീരനായി പ്രാർത്ഥനയിൽ നീ പ്രാർത്ഥന വീരനായി മാറണം. ബാരാക്ക് യുദ്ധവീരനായിരുന്നു, യുദ്ധത്തിൽ വളരെ സമർത്ഥനായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥനയിൽ വളരെ സാമർഥ്യമുള്ളവരും പ്രാർത്ഥന വീരനുമായി മാറണം. രക്തം ചെയ്യാം. നിങ്ങളുടെ പ്രാർത്ഥന ശക്തമായി മാറിയാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തമായി വന്നാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ വളരെ സാമർഥ്യമുള്ളവരായി വന്നു കഴിഞ്ഞാൽ ശത്രു നിന്റെ അടുക്കൽ പോലും അടുക്കയില്ല. നിനക്ക് വേണ്ടി ശത്രു ഒരുക്കുന്ന സകല പദ്ധതികളും തകർന്ന് തരിപ്പണമാകുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ തലമുറയെ നശിപ്പിക്കുവാൻ, പാപത്തിലേക്ക് കൊണ്ടുപോകാൻ, ശാപത്തിലേക്ക് കൊണ്ടുപോകാൻ, നിന്റെ കുടുംബത്തെ ഉന്മൂലനാശം ചെയ്യുവാൻ അവൻ പദ്ധതി നിനക്കെതിരെ പൊരുതുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഹല്ലേലൂയ. അതിൽ നിനക്കൊരു മോക്ഷമില്ല, അതിൽ നിനക്കൊരു വിടുതലില്ലാതെ ഇന്ന് നീ കണ്ണുനീരിന്റെ നദിയിലൂടെ അല്ലേ കടന്നു പോകുന്നത്. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ബാരാക്കയെ പോലെ നീ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ അല്ലേ. ബാരാക്ക യുദ്ധവീരനായി പടപൊരുതി സൈന്യത്തെ ഓടിപ്പിച്ചതുപോലെ നീ ദൈവത്തിന് ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുകയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ കുടുംബത്തെ തകർക്കാൻ ഒരുക്കുന്ന ശത്രുവിനെ ദൈവം തുരത്തി ഓടിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉറപ്പോടെ നിൽക്കണം. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ച് കളയുമെന്ന റോമാലേഖനം 16:20 വായിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കും. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന് വചനം വായിക്കും. ബാരാക്ക് എന്ന വാക്കിന് മിന്നൽ എന്നാകുന്നു അർത്ഥം. ഹല്ലേലൂയ. സ്തോത്രം. അതെ, ബാരാക്ക എന്ന വാക്കിന്റെ അർത്ഥം മിന്നൽ. ഹല്ലേലൂയ. നമ്മൾക്കറിയാം മിന്നലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയോടെ വരുന്നതാണ്. ചിടിമിന്നലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി, വരുന്നു പോകുന്ന എത്ര അതിവേഗത്തില എന്ന് പറഞ്ഞപോലെ ബാരാക്കയുടെ പ്രവർത്തനങ്ങളിലെ മിന്നൽ വേഗത്തിലായിരുന്നു. ഹല്ലേലൂയ. ശത്രു സൈന്യത്തെ പോലും ഭയപ്പെടുത്തുന്ന വിധത്തിൽ, ശത്രു സൈന്യത്തിൽ പോലും തന്റെ അരികിൽ അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ ബാരാക്ക മിന്നൽ പോലെ പ്രവർത്തിച്ചുവെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സ്തോത്രം, 1296 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ ജീവിച്ച ക്രിസ്തുവിനേക്കാൾ 1296 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചവനാണ് ഹല്ലേലൂയ ഈ ബാരാക്ക എന്ന് പറയുന്നത്. ഇവൻ നഫ്താലി ഗോത്രക്കാരനായ ബാരാക്കാണ്. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവനാണ് ഈ ബാരാക്ക എന്ന് പറയുന്ന വ്യക്തി. ഹല്ലേലൂയ. ഇവ യുദ്ധവീരനും പരാക്രമശാലിയുമായിരുന്നതിനാൽ ന്യായാധിപതിയായ ദെബോര അവനെ വിളിച്ചു. ഹല്ലേലൂയ. ഓർത്തു നോക്കിയ, നഫ്താലി ഗോത്രത്തിൽ ജനിക്കപ്പെട്ട ഒരുവൻ ഹല്ലേലൂയ അവൻ യുദ്ധവീരനും പരാക്രമശാലിയും ആത്മസമർപ്പണം ഉള്ളവനായതുകൊണ്ട് ഹല്ലേലൂയ ആ കാലഘട്ടത്തിൽ അവൻ ഇസ്രായേലിന്റെ ന്യായാധിപതിയായ ദെബോര അവനെ യുദ്ധത്തിന് വിളിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ഇരുവരും ചേർന്ന് കനാനിയർക്ക് വിരോധമായി യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. ആ യുദ്ധത്തിൽ കർത്താവ് ഇസ്രായേലിനെ കനാന്യരുടെ കയ്യിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത്. അത് ഇന്ന് പകൽ ദൈവത്തിന് പദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ന്യായാധിപതി ആയിരുന്ന ദെബോര ബാരാക്കിനെയും കൂട്ടി യുദ്ധത്തിന് പുറപ്പെട്ട് അവർ രണ്ടുപേരും കൂടെ കനാനിയർക്ക് നേരെ യുദ്ധം ചെയ്ത് കനാനിയരെ ഉന്മൂലനാശം ചെയ്ത് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തെ കനാന്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചതുപോലെ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായി ദൂത്, നീ പ്രാർത്ഥനയിൽ ഉണരുകയാണെങ്കിൽ, നീ പ്രാർത്ഥനയിൽ ശക്തമായി നിൽക്കുകയാണെങ്കിൽ, നീ ദൈവത്തിന് ആത്മസമർപ്പണത്തോടെ നിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ ദെബോരയും ബാരാക്കും കൂടെ കനാന്യ സൈന്യത്തെ തോൽപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ ദേശത്തിനും നിന്റെ സമൂഹത്തിന്റെ സഭയ്ക്ക് നേരെ ഉയരുന്ന സകല ശത്രുവിനെ കനാന്യ ശക്തികളെയും ദൈവം തുരത്തി ഓടിക്കുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. അതുകൊണ്ട് നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. അവിടെ എന്താണ് ദെബോരയെ ബാരാക്കിനെയൊക്കെ ദൈവം ഇത്രമാത്രം ശക്തമായി ഉപയോഗിച്ചത്? ഹല്ലേലൂയ. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കണം, കർത്താവേ ദെബോരയെ ബാരാക്കിനെയൊക്കെ ഉപയോഗിച്ചതുപോലെ എന്നെയും ഇത് ഉപയോഗിക്കണമേ, എന്റെ കുടുംബത്തിന്റെ തലമുറയെ ഇത് ഉപയോഗിക്കണം. നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, ഘോഷിക്കുന്ന വിഷയങ്ങളുണ്ട്, മറുപടി കാണാതെ ഇന്നും കണ്ണുനീരിന്റെ നടുവിലൂടെ, സങ്കടത്തിന്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ അതിനൊരു മോചനം ആവശ്യമാണ്. കനാന്യ ശക്തികൾ കുടുംബത്തെ തകർക്കുന്നു, കനാന്യ
ശക്തികൾ ഭവനത്തെ തകർക്കുന്നു. കനാന്യ ശക്തികൾ ഭർത്താവിനെ തകർക്കുന്നു, ഭാര്യയെ തകർക്കുന്നു. കനാന്യ ശക്തികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അവൻ തകർക്കാൻ വരുമ്പോൾ അതിന്റെ നടുവിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ കനാന്യ ശക്തികളെ ദൈവം നീക്കി തരുമെന്ന്. ഈശ്വരോ, എത്ര കാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് അരാജകത്വങ്ങൾ കണ്ണുനീര് കടന്നു വന്നത്? എത്രയോ നാളുകളായി നിങ്ങൾ വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു മറുപടിയും കാണാതെ എന്ന നിരാശയുടെ അനുഭവത്തിലല്ലേ നിങ്ങൾ? എന്നാൽ ഇത് പകൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ദൂത്, നീ ഉണർന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാൽ അല്ലെങ്കിൽ നിനക്കെല്ലാം നേടുവാൻ കഴിയും. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ അല്ലെങ്കിൽ ലോകം തന്നെ മുട്ടുകുത്തുവന്ന്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ പിശാച് കീഴടങ്ങുവന്ന്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പിൽ പിശാച് നിൽക്കയില്ല, പ്രാർത്ഥിക്കുന്ന കുടുംബത്തെ പിശാചിന് തൊടുവാൻ കഴിയയില്ല. രക്തം ചെയ്യും അല്ലേരി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥനയിലേക്ക് വരണം. രക്തം ചെയ്യും അല്ലേരി. ഇവിടെ ബാരാക്കയും അല്ലെങ്കിൽ സ്വതം ദെബോരയൊക്കെ യുദ്ധവീരന്മാർ, യുദ്ധത്തിൽ വരവ് പരാക്രമശാലികളുമായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രക്തം ചെയ്യും. നമുക്ക് ആയുധമെടുത്ത് പോരാടുവാനുള്ള നിയമമില്ല. പിന്നെ എന്താണ് നമുക്കിവിടെയുള്ള നിയമവ്യവസ്ഥ എന്ന് പറയുന്നത്? പ്രാർത്ഥനയിൽ പോരാടാൻ കഴിയും. അല്ലേലൂയ. പ്രാർത്ഥനയിൽ പോരാടി ജയിക്കാം. ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് നേരെ ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും, ദൈവമക്കൾക്ക് നേരെ ഉയരുന്ന എല്ലാ വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കുവാൻ പ്രാർത്ഥനയാണ് പ്രാധാന്യം. അല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥന എന്ന യുദ്ധത്തിനകത്ത്, പ്രാർത്ഥന എന്ന പോരാട്ടത്തിനകത്ത്, പ്രാർത്ഥന എന്ന ആ അനുഭവത്തിനകത്ത് നിങ്ങൾ നിറഞ്ഞു പിശാചിനെ നിങ്ങൾ വെല്ലുവിളിയോടെ നേരിടണം. അല്ലേലൂയ. അത് പിശാചിനെ എങ്ങനെ നേരിടണം? വെല്ലുവിളിയോടെ നേരിടണം. അല്ലേ? ഈ പിശാച് സാത്താൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അവൻ നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. കാരണം അവൻ പരാജയപ്പെട്ടവനാണ്, അവന്റെ തല തകർന്നവനാണ്. അല്ലേലൂയ. പിശാചിനെ കാൽവരിയിൽ ദൈവം തോൽപ്പിച്ചു. അല്ലേലൂയ. അതുകൊണ്ട് അവന്റെ അതിൻ്റെതായ ശക്തിയും മഹത്വമൊക്കെ ഉള്ളൂ. പക്ഷെ ഉന്നതങ്ങളിൽ വസിക്കുന്നവനായിരിക്കുന്ന, ഉയർന്ന ഉന്നതങ്ങളിൽ വസിക്കുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് രാജാതി രാജാവ് ഉള്ളിടത്തോളം കാലം, നമ്മുടെ വീണ്ടെടുക്കുവാനായി, നമ്മുടെ രക്ഷകനായി ഉള്ളിടത്തോളം കാലം നിങ്ങൾ ശത്രുവിനെ, സാത്താനെ പേടിക്കേണ്ട കാര്യമില്ല. ശാചനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ദൈവം നിങ്ങളോട് കൂടെയാ. അല്ലേലൂയ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ പരിശുദ്ധന്മാവ് നമ്മോട് കൂടെ ഇരുന്ന് ആശ്വാസത്തിന്റെ ദിനങ്ങളായി തന്നുകൊണ്ട് ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന ദിവസങ്ങളിൽ നാം ദൈവത്തോട് ചേർന്ന് നിന്നാ മതി. ദൈവം നമ്മെ വഴി നടത്തിക്കോളും. അല്ലേലൂയ. മുമ്പിൽ ശത്രുവിന്റെ വലിയ കൂട്ടം ഉണ്ടായിരിക്കാം, മുമ്പിൽ ശത്രുവിന്റെ വലിയ സൈന്യം ഉണ്ടായിരിക്കാം. അതെല്ലാം നിനക്ക് നേരെ ഒന്നിച്ച് എഴുന്നേറ്റെന്ന് വന്നേക്കാം. അവിടെയൊന്നും നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. ബാരാക്കെ പോലെ ഉണർന്ന് പ്രവർത്തിക്കുവാൻ, ഉണർന്ന് നിൽക്കുവാൻ, ബാരാക്കെ പോലെ നീ യുദ്ധത്തിൽ സമർത്ഥനായി, അല്ലെങ്കിൽ ബാരാക്ക നിന്നതുപോലെ നീ പ്രാർത്ഥനയിൽ സാമർത്ഥ്യമുള്ളവരായി മാറിയാൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യും. അപ്പം ദൈവം കരങ്ങൾ ഉപയോഗിച്ച ശക്തരായ മനുഷ്യനാണ് ബാരാക്ക എന്ന് പറയുന്ന ആള്. അല്ലേ? അപ്പൊ നമ്മൾ ഈ വേദപുസ്തകമൊക്കെ നമ്മൾ ആദ്യോടന്തം പരിശോധിച്ച് നോക്കിയാൽ ദൈവം ഉപയോഗിച്ച അനവധി ശക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. അത് ദൈവം ഉപയോഗിച്ച ശക്തന്മാരായിരിക്കുന്ന ദൈവഭൃത്യന്മാരുണ്ട്, ദൈവദാസിമാരുണ്ട്. അപ്പൊ അങ്ങനെ ദൈവം പലരെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലും ഉപയോഗിക്കുമ്പോൾ ദൈവം ഈ കാലഘട്ടത്തിൽ നിങ്ങളെയും അതേപോലെ തന്നെ ശക്തമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. പക്ഷെ നിങ്ങൾ അതിനുള്ള ആത്മസമർപ്പണം നിങ്ങൾക്കുണ്ടായിരിക്കണം, അതിനുള്ള ആത്മധൈര്യം നിങ്ങൾക്കുണ്ടായിരിക്കണം. നിങ്ങൾ അതിനുവേണ്ടി ദൈവസനിൽ നിങ്ങളെ തന്നെ അർപ്പണം ചെയ്ത് കൊടുക്കണം. അങ്ങനെ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കും കാണുന്നുണ്ട്. ബാരാക്കിന്റെ സാമർത്ഥ്യത്തെക്കുറിച്ച് അവൻ കർത്താവിനെ പാടി സ്തുതിച്ചതിൽ നിന്ന് വെളിപ്പെടുവാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ ഈ ബാരാക്ക് യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോൾ, അല്ലേലൂയ, ബാരാക്കും ദെബോരയും കൂടി ദൈവത്തെ പാടി സ്തുതിച്ച അധ്യായമാണല്ലോ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും അവന്റെ സാമർത്ഥ്യത്തെക്കുറിച്ച്. അല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കർത്താവ് നൽകിയ ജയത്തെക്കുറിച്ച് പ്രവചനമാകുന്ന ഒരു ഗാനം ബാരാക്കും ദെബോരയും കൂടെ ചേർന്ന് പാടുകയാണ്. കനാന്യ സൈന്യത്തെ തോൽപ്പിച്ചു വരിക, കനാനിനെ കീഴടക്കി ഇസ്രായേലിനെ മോചിപ്പിച്ച് ഇസ്രായേൽ ജയപ്രാപിച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദെബോരയും ബാരാക്കും കൂടി പ്രവചനാത്മാവിലൊരു പാട്ടങ്ങ് പാടി. അല്ലേലൂയ. ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, ആ പാട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കും ദൈവത്തെ അല്ലെങ്കിൽ സ്തുതിക്കുവാൻ കഴിയണം.
ഹല്ലേലൂയ, സ്തോത്രം. നാം ഉണർന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നിങ്ങൾക്കൊരു ജയം നൽകുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്. കർത്താവ് നിങ്ങൾക്ക് ജയം തരുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയത്തിനകത്ത് ഒരു ജയം കിട്ടുമ്പോൾ, ഒരു വിടുതൽ കിട്ടുമ്പോൾ, ഒരു സൗഖ്യം കിട്ടുമ്പോൾ, ഒരു ആശ്വാസം കിട്ടുമ്പോൾ, ഒരു നന്മ കിട്ടുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവം ചില വിടുതലുകൾ അയക്കുമ്പോൾ നിങ്ങൾ മൗനമായിരിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ പാടി സ്തുതിക്കണം, ദൈവത്തെ പാടി ആരാധിക്കണം, ദൈവത്തെ പാടി മഹത്വപ്പെടുത്തണം. ദൈവത്തിന് കൊടുക്കേണ്ട സകല സ്തുതികളും സ്തോത്രങ്ങളും ബഹുമാനവും പുകഴ്ചയും നിങ്ങൾ യേശു കർത്താവിന് കൊടുക്കണം. ഹല്ലേലൂയ. ഇന്ന് പലരും എന്താ ചെയ്യുന്നത്? ആമേൻ. ദൈവം ചില നന്മകൾ ചെയ്തു കഴിയുമ്പോൾ, ദൈവം ചില ഉപകാരങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ മറന്നു. പിന്നെ ഒരു സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയതുപോലെ പലരും സംസാരിക്കുന്നത്. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, ബാരാക്കിയും ദെബോരയും കനാന്യ സൈന്യത്തെ തോൽപ്പിച്ചു വന്നിട്ട് ഹല്ലേലൂയ ഇസ്രായേലിനെ മോചിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവർ സ്വന്തം ബലത്തിനും സ്വയത്തിനും ആശ്രയിക്കാതെ ദൈവം അവർക്ക് കൊടുത്ത വിടുതലെ ഓർത്ത് അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ഓരോ ജയത്തിന്റെ പിന്നിലും നീ ദൈവത്തെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നീ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് ദൈവം നിന്റെ കുടുംബത്തെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. പരാജയത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. പരാജിതമായ നിന്റെ ജീവിതത്തെ കണ്ട് നീ ഭയപ്പെട്ടു പോകണ്ട. നിനക്ക് മുമ്പിൽ ദൈവം വിജയസാധ്യത വെച്ചിട്ടുണ്ട്. രക്തം ജയം. ഹല്ലേലൂയ. അപ്പൊ നിനക്ക് മുമ്പിൽ ദൈവത്തിന് വിജയസാധ്യത വെച്ചിട്ടുണ്ട്. ആ വിജയസാധ്യതയെ കണ്ടുകൊണ്ട് ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മൗനമായിരിക്കരുത്. കർത്താവിനെ പാടി സ്തുതിക്കണം, ആരാധിക്കണം. ഹല്ലേലൂയ. കർത്താവ് അപ്പോൾ വീണ്ടും ആയിരക്കണക്കിന് ജയജീവിതമായ അനുഭവങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരും. ഒരിക്കൽ ജയം കിട്ടിയതുകൊണ്ട് പിന്നെ ജയം കിട്ടുമെന്നല്ല. നിങ്ങൾ പാടി സ്തുതിക്കും തോറും ജയജീവിതത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. ഉയർച്ചയ്ക്ക് മേൽ ഉയർച്ച. ആമേൻ. ദൈവം നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. നമ്മുടെ പരാജയങ്ങളെ മാറ്റുവാൻ, നമ്മുടെ പരാജയത്തെ ജയിക്കുവാൻ ആകെ ഉള്ള ഏക മാർഗം എന്നൊക്കെ പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്ന യുദ്ധം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്ന ആ അനുഭവം എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ വിടുതലിന് കാരണമാണ്. രക്തം ചെയ്യും. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഹല്ലേലൂയ ജയം ഭരിച്ചവരായി, ജയജീവിതം നയിക്കുന്നവളായി നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. രക്തം ചെയ്യും. ഈ ചില മനുഷ്യരൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവർക്ക് എന്തെല്ലാം പറഞ്ഞാലും യാതൊരു അനക്കവുമില്ല, എന്തെല്ലാം കേട്ടാലും യാതൊരു അനക്കവുമില്ല. അവർ കേട്ടതൊന്നു പോലും നടിക്കാതെ അവർ ഇരിക്കുന്നത് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെയല്ല. സ്തോത്രം. ഇസ്രായേലിനെതിരെ ശത്രു സൈന്യം, കനാന്യ സൈന്യം എഴുന്നേറ്റു എന്ന് ദെബോര കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ അടങ്ങിയിരുന്നില്ല. അവൾ ബാരാക്കെ വിളിക്കുക, വാ നമുക്ക് പോകാം, പോയി അല്ലെ കനാന്യ സൈന്യത്തോട് യുദ്ധം ചെയ്യാം, പടവെട്ടാം, അവരെ തോൽപ്പിക്കാം, എന്നിട്ട് നമ്മുടെ ജനത്തെയും നമ്മുടെ ഇസ്രായേലത്തെ നമുക്ക് വിടുവിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ യഹോവ നമ്മോട് കൂടെയുണ്ട് എന്ന് ദെബോര ബാരാക്കിനോട് പറഞ്ഞപ്പോൾ ബാരാക്ക് അതേ വിശ്വാസത്താൽ, അതേ സമർപ്പണത്താൽ യുദ്ധവീരരായി ദെബോരയോടൊപ്പം പുറപ്പെട്ടു. ഹല്ലേലൂയ. ആ പുറപ്പെടൽ ദൈവിക നിയോഗമായിരുന്നു. രക്തം ചെയ്യും. അത് എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാവ്, നിങ്ങൾ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ നമ്മൾ ദൈവത്തിനും വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ ബാരാക്ക് പാടിയ ഗാനത്തിന്റെ ഒരു ഭാഗം ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ദൈവാത്മാവ് വെളിപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങൾ ആ അധ്യായം വായിച്ച് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. നായകന്മാർ ഇസ്രായേലിനെ നയിച്ചതിനും ജനം സ്വമേധയാ സേവിച്ചതിനും യഹോവയെ വാഴ്ത്തുവിൻ, രാജാക്കന്മാരെ കേൾപ്പിൻ, പ്രഭുക്കന്മാരെ ചെവി തരുവിൻ. ഞാൻ പാടും, ഇസ്രായേലിൻ ദൈവമായി യഹോവയ്ക്ക് കീർത്തനം ചെയ്യും. യഹോവയെ, നീ സേയിരിൽ നിന്ന് പുറപ്പെടുകയിൽ, ഏദോമ്യ ദേശത്തുകൂടി നീ നടകൊള്ളുകയിൽ, ഭൂമി കുരുങ്ങി, ആകാശം പൊഴിഞ്ഞു, മേഘങ്ങൾ വെള്ളം കൊണ്ട് ചൊരിഞ്ഞു. യഹോവ സന്നിധിയിൽ മലകൾ കുരുങ്ങി. ഇസ്രായേലിൻ ദൈവമായ യഹോവയ്ക്ക് മുമ്പിൽ ആ സീനായി തന്നെ എന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 2 മുതൽ 5 വരെ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ കഴിയും.
ജയജീവിതം നയിച്ചു വന്നവർ ദൈവത്തെ പാടി സ്തുതിക്കുന്നതാണ്. നിങ്ങൾ ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാട്ട് എത്ര ആത്മാർത്ഥതയോടെ സന്തോഷത്തോടെ ഹൃദയത്തിന്റെ ആനന്ദത്തോടെ ഹൃദയത്തിന്റെ സന്തോഷത്തോടെയാണ് ദെബോരയും ബാരാക്കും കൂടെ പ്രവചനാത്മാവിൽ ആ പാട്ട് അവിടെ എഴുതിയതെന്ന് പറയുന്നത്. കാരണം ജയം ഭരിച്ചവര് ജയം കിട്ടിയവന് ജയിച്ചവര് പാടിയേ മതിയാവും, പാടി സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവം അവർക്ക് കൊടുത്ത വിടുതലോർത്തവർ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുക. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെ പാടി സ്തുതിക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ശത്രുവിന്റെ സൈന്യത്തെ തോൽപ്പിക്കുവാൻ, ഹല്ലേലൂയ, പിശാചിന്റെ തന്ത്രങ്ങളെയോട് എതിർത്ത് നിൽക്കുവാൻ ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിന്റെ സർവായുധവർക്കം ധരിച്ചുകൊണ്ട് ദൈവാത്മാവിൽ ഉണർന്നു നിൽക്കുക തന്നെ ചെയ്യണം. ഏതു മനുഷ്യനെയും ഏതു ദൈവഭക്തനെയും ദൈവവിശ്വാസിയും ഹല്ലേലൂയ വിശ്വാസത്തിൽ നിന്ന് തകർത്ത് കളയുവാൻ, അവനെ വിശ്വാസം ചൂഷണം ചെയ്യുവാനുള്ള എല്ലാ മ്ലേച്ഛതയും ഇന്ന് ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ആമി സ്തോത്രം, നമ്മുടെ മൊബൈലൊക്കെ തുറന്നു കഴിഞ്ഞാൽ വാണിഭങ്ങൾ, ആമി മ്ലേച്ഛതകൾ, അശ്ലീലമായ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതുമാത്രമാണ് പുറപ്പെടുന്നത്. ദൈവമക്കളെ തെറ്റിക്കുന്ന, ദൈവദാസന്മാരെ തെറ്റിക്കുന്ന, ദൈവജനത്തെ തകർത്ത് കളയുന്ന ആ അനവധി അശ്ലീലമായ ചിത്രങ്ങൾ, അതിന്നത്തെ ഏത് പോസ്റ്ററുകൾ നോക്കിയാലും ഏത് പരസ്യങ്ങൾ നോക്കിയാലും ദൈവജനത്തിന്റെ പോലും തകർത്ത് കളയുന്ന വിധത്തിലുള്ള അശ്ലീലമായ രംഗങ്ങൾ, അതുപോലെ ഇവിടുത്തെ മദ്യപാനം, മയക്കുമരുന്നുകൾ, വെറുക്കൂത്തുകൾ, ദുർനടപ്പുകൾ, അശുദ്ധി, ദുഷ്കാമങ്ങൾ, ചെട്ടികമായ ജീവിതങ്ങൾ, വ്യഭിചാരം, പരസംഗം, ആഭിചാരങ്ങൾ, മന്ത്രവാദങ്ങൾ, കൂടോത്രങ്ങൾ, ക്ഷുദ്രശക്തികൾ, ഇവയെല്ലാം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുക. തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും രാജ്യങ്ങളെ കൈവശപ്പെടുത്തുവാൻ, രാജ്യങ്ങളെ കൈവശമാക്കിയെടുക്കുവാൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആസൂത്രണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിങ്ങൾ മയങ്ങി പോകാതെ എഴുന്നേറ്റ് പ്രാർത്ഥനയിലേക്ക് വരണം. അല്ലെങ്കിൽ അപ്പൊ ഏത് വിധത്തിലും ആമി ജനത്തെ തകർക്കുവാനുള്ള സകല മ്ലേച്ഛതകളും ദേശത്ത് പെരുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാട്ട്, ഹല്ലേലൂയ, അനുദിന ജീവിതത്തിൽ ഓരോ പ്രഭാതവും പൊട്ടിപ്പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കൺമുമ്പിലെത്തുന്ന വാർത്തകൾ, ഹല്ലേലൂയ, നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്ന വാർത്തകൾ, ഹല്ലേലൂയ, സ്തോത്രം, എല്ലാം മനുഷ്യനെ നന്നാക്കുന്നതല്ല, മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ, എല്ലാം അത്രമാത്രം മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അസ്വസ്ഥത വരുത്തുന്ന, മനുഷ്യന്റെ ജീവിതത്തെ അസമാധാനത്തിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള ഇടപാടുകളാണ് ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, അതിന്റെ നടുവിൽ എന്ത് ചെയ്യണം? ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവം തന്റെ സഭയെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്, ദൈവം തന്റെ സഭയെ ഇവിടെ അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം എന്താണ്? ശത്രു സൈന്യത്തിനെതിരെ പ്രാർത്ഥനയോടെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഞാൻ മുമ്പ് പറഞ്ഞു, നമുക്ക് ആയുധമെടുത്ത് പോരാടാൻ കഴിയില്ല. ആയുധം ധരിച്ച് അല്ലെങ്കിൽ യുദ്ധവീരന്മാരല്ല നമ്മൾ, ആയുധവീതി നടക്കുന്നവരല്ല, ആയുധം കൊണ്ട് നമ്മൾ വിലസുന്നവരല്ല. പിന്നെ ആരാണ് നമ്മൾ? പ്രാർത്ഥന എന്ന പോരാട്ടമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ, നമ്മുടെ ആയുധം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവത്തിന്റെ ആയുധം നിങ്ങൾ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ദൈവസനി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്കാലും മുടക്കണം. ഹല്ലേലൂയ, കഴിഞ്ഞകാല ജീവിത സംഭവങ്ങൾ, ദൈവസഭയുടെ ചരിത്രങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ, ആദിമസഭയെക്കുറിച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോൾ, അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തെക്കുറിച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോൾ, അവർക്കെതിരെ കടന്നു വന്ന സകല തന്ത്രങ്ങളെയും അവർ അതിജീവിച്ചത്, അവർക്ക് നേരെ കടന്നു വന്ന സകല ശത്രുവിന്റെ സൈന്യത്തെ അവർ ജയിച്ചത് പ്രാർത്ഥന എന്ന പോരാട്ടത്തിലൂടെയ. ഹല്ലേലൂയ, അതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ കുടുംബത്തെ ദൈവം വിടുവിക്കുവാൻ ശക്തനാ. ഹല്ലേലൂയ, കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഭാരത്തോടെ ഇരിക്കുന്ന മാതാവേ, പിതാവേ, ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ ആരോട് പങ്കുവെക്കും? ഹൃദയത്തിന്റെ വേദനകൾ ആരോട് പങ്കുവെക്കുന്നു? ഓർത്ത് നീ മാനസികമായി തകർന്നിരിക്കുകയാണോ? ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നിന്നെ ആ തകർച്ചയിൽ വിടുവിക്കുവാൻ ദൈവം വിശ്വസ്തനാ. രക്തം ചെയ്യാം. ഹല്ലേലൂയ, ഒരേ ഒരു കാര്യം മാത്രമാണ് ദൈവത്തിനോട് ആവശ്യപ്പെടുന്നത്, നീ ഉണർന്ന് പ്രാർത്ഥിക്കുക. രക്തം ചെയ്യാം.
എൻ്റെ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി കഴിവുകൾ തന്നിട്ടുണ്ട്. ആർക്കും ഒരു കഴിവും തരാതെ ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിട്ടില്ല. എല്ലാവർക്കും അവരുടേതായ കഴിവുണ്ട്. അപ്പൊ നിങ്ങളുടെ കഴിവനുസരിച്ച് ദൈവം നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉണരണം. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന് പ്രാർത്ഥനയില്ല, ആരാധനയില്ല, സ്തുതികളില്ല, സ്തോത്രങ്ങളില്ല, ദൈവത്തെ മഹത്വപ്പെടുത്ത അനുഭവമില്ല, ദൈവം കൊടുത്ത വിജയങ്ങളെ കുറിച്ച് പറയുവാൻ അവർക്ക് സമയമില്ല. അല്ലേല്. അപ്പൊ ദൈവം നമുക്ക് നൽകുന്ന വിടുതലോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗമേ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന് നന്ദി പറയണം. ഹല്ലേലൂയ. ദൈവം ഓരോ വിടുതൽ തരുമ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. അതാണ് ചെയ്തത്. യുദ്ധത്തിൽ ജയിച്ചു പോകുന്ന ബാരാക്കും ദെബോരയും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആമെ പ്രവചനാത്മാവിൽ ആമെ ആ അധ്യായം എഴുതി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങളും ദൈവത്തോട് നന്ദി പറയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 115 സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു വാക്യമുണ്ട്. 115 സങ്കീർത്തനം അതിന്റെ 115 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ആമെ സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് മാത്രമെന്നുള്ളതാണ്. 115 സങ്കീർത്തനം വായിക്കുമ്പോഴാണ് സ്തുതി സ്തോത്രങ്ങൾ ദൈവത്തിന് മാത്രം എന്ന് പറഞ്ഞാൽ, ആമി ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്ത നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഹല്ലേലൂയ. അപ്പം ബാരാക്കിയും ദെബോരയും യുദ്ധത്തിൽ ജയിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ അവരൊരുപക്ഷെ ഈ വചനങ്ങളുടെ ഹൃദയത്തിലൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദൈവം വിശ്വസ്ത നിമിത്തമാണ് ഞങ്ങൾ കനാന്യ ജനത്തെ പരാജയപ്പെടുത്തിയത്. കനാന്യരെ പരാജയപ്പെടുത്തി ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ഹല്ലേലൂയ നിന്റെ ഹല്ലേലൂയ സ്തോത്രം ദൈവം വിശ്വസ്തതയാണ്. അതുകൊണ്ട് കർത്താവ് നീ മാത്രമാണ് മഹത്വത്തിന് യോഗ്യനെന്ന് ദെബോരയും ഹല്ലേലൂയ ബാരാക്കും പറഞ്ഞു കാണും. ഈ സങ്കീർത്തനക്കാരൻ ഈ വചനമൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് ആത്മീയ അനുഭവങ്ങളുണ്ട്. ഒരുപാട് ആത്മീയ അനുഭവങ്ങൾ, ഒരുപാട് ആത്മീയ ആമേലിയ സ്തോത്രം, ആത്മീയ അനുഭവങ്ങളുണ്ടെന്ന് നാം തിരിച്ചറിയണം. എന്ന് പറഞ്ഞ് ഓരോ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ആ വചനത്തിന്റെ പ്രശസ്തി എത്ര മാത്രമാണെന്ന് നാം ദൈവത്തിന് തിരിച്ചറിയുക. ഹല്ലേലൂയ. കാരണം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്ന ഓരോ സ്തുതികൾക്കകത്തും ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുക. കർത്താവിനെ സ്തുതിക്കുന്ന പുതിയ പാട്ടുകൾ നിങ്ങളുടെ നാവിൽ ദൈവം നിങ്ങൾക്ക് നൽകുവാൻ തുടങ്ങും. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവ് പുതിയ പുതിയ പാട്ടുകൾ ദൈവം തരും നിങ്ങളുടെ നാവിനെ. ദെബോരയെ കൊണ്ടും ബാരാക്കിനെ കൊണ്ടും ഒക്കെ ദൈവം പാട്ട് എഴുതിച്ചതുപോലെ, ഈ പുസ്തകം എഴുതിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങളെയും നാവിന് ദൈവം പുതിയ പാട്ടുകൾ തരും. അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം, അനവധി മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലയക്കുന്ന മാതാപിതാക്കൾ ഹല്ലേലൂയ അവർ ശക്തമായി ദൈവങ്ങളിൽ നന്നായി പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവർ നല്ല പുതിയ പാട്ടുകൾ എഴുതുന്നു. അവരെ കണ്ട് ദൈവം നല്ല പുതിയ ചിന്തകൾ പറയിപ്പിക്കും. കാരണം എന്താണ്? അവർ ദൈവസനിൽ വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ്. അവർക്കൊരു ജയം കിട്ടുമ്പോൾ, അവരെ കൊണ്ട് ഒരു പുതിയ പ്രവൃത്തി ദൈവം ചെയ്യിക്കുമ്പോൾ അതിന്റെ മഹത്വം മുഴുവൻ അവർ ദൈവത്തിന് കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവരുടെ നാവിൽ ദൈവം പുതിയ പാട്ടുകൾ നൽകുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ ഈ സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ 40-ാം സങ്കീർത്തനം 3-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. 40-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവരെന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. യുദ്ധത്തിൽ ജയിച്ചു വന്ന ദെബോരയ്ക്കും ഹല്ലേലൂയ ബാരാക്കിനും ഹല്ലേലൂയ അവരുടെ വായിൽ ദൈവം ഒരു പുതിയ പാട്ട് കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അതെന്താ? നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ, പലരും അത് കണ്ട് ഭയപ്പെടും യഹോവയിൽ ആശ്രയിക്കുമെന്ന്. അത് നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടണേ. നിങ്ങളും പ്രാർത്ഥനയിൽ പോരാടി ജയിക്കുമ്പോൾ ദൈവം നിങ്ങളെ കൊണ്ടും വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കാനാണ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. കേവലം ഒരു വിശ്വാസിയായി മാത്രം ഇരിക്കുവാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. ഹല്ലേലൂയ. നിങ്ങളിലൂടെ വൻ കാര്യങ്ങളെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. വൻ കാര്യങ്ങളെ ദൈവത്തിന്റെ ചെയ്യുവാനുള്ള കൃപയാണ് ദൈവം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യാൻ സന്മനസ് വെക്കുമ്പോൾ ഹല്ലേലൂയ ദൈവം നിങ്ങളുടെ നാവിൽ പുതിയ പാട്ടുകളെ തരും.
പ്രൈസലോ. ദൈവം നിങ്ങളുടെ നാവിൽ പുതിയ സ്തുതികളെ തരും. അല്ലേലിയ. നിങ്ങളെ ദൈവം പരിശുദ്ധാത്മാവിൽ അങ്ങ് നിറയ്ക്കും, അഭിഷേകത്തിൽ അങ്ങ് നിറയ്ക്കും. അല്ലേലിയ. ദൈവവചനത്തിന്റെ ആഴങ്ങളും മർമ്മങ്ങളും വെളിപ്പാടുകളും ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. ആ ദൈവവചനം, ആ ദൈവത്തിന്റെ വചനം, ആ ദൈവിക ഇടപെടലിൽ മുഖാന്തരം നിങ്ങൾ കർത്താവിന് വേണ്ടി ഉണർന്ന് ശോഭിക്കും. സ്തോത്രം. അപ്പം നിങ്ങളെയൊക്കെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ ഈ പരാജയങ്ങൾ, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ കഷ്ടങ്ങളും നൊമ്പരവും ഒക്കെ മാറ്റി അത് മാത്രം ഒരു പരിഭവമായി പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിൻ്റെ നടുവിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ കർത്താവേ എന്നെ ഒന്ന് ഉപയോഗിക്കണമെന്ന്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്കെല്ലാം ബലഹീനതകളുണ്ട്. മാനുഷികമായി ചിന്തിക്കാൻ നമുക്കെല്ലാം ക്ഷീണങ്ങളുണ്ട്. മാനുഷികമായി ചിന്തിക്കാൻ നമ്മളെല്ലാം വിവിധ പ്രതിസന്ധികളെ തരണം ചെയ്തു പോകുന്നവരാ. പക്ഷേ അതിന് നീ അടിമപ്പെട്ടു പോകരുത്. അതിന് നീ അടിമപ്പെട്ടു പോകാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവെത്തിയവരായിരിക്കും യേശുവിനെ നോക്കിക്കൊണ്ട് നിന്നിൽ ഏൽപ്പിച്ച ശുശ്രൂഷയുടെ മഹത്വത്തെ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തണം. പ്രൈസലോ. ഹല്ലേലൂയ. അതാണ് ബാരാക്കും ദെബോരയൊക്കെ ചെയ്തതെന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ അവർ മറ്റൊന്നിനെ നോക്കാതെ, മറ്റൊന്നിനെ ഭയപ്പെടാതെ അവരെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് അവർ ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബാരാക്കും ദേബോരയൊക്കെ കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. പിന്നത്തേതിൽ അവർ ജയജീവിതം നയിച്ചു. പിന്നത്തേതിൽ അവർ ജയം ഭരിച്ചവരായി മാറി. അത് തന്നെയാണ് ദൈവം നിങ്ങളിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ പുതിയ പാട്ട് ദൈവം നിങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കുവാനായി കർത്താവ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ സകല ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കാൻ ആഗ്രഹിക്കുക. നീ അനുഭവിക്കുന്ന സാമ്പത്തികമായ പരാജയങ്ങൾ, നീ അനുഭവിക്കുന്ന മാനസിക വേദനകൾ, നീ അനുഭവിക്കുന്ന ശാരീരികമായ രോഗങ്ങൾ, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീര്, നിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ഭാരങ്ങൾ, നിന്റെ ഭാര്യയെ കുറിച്ചുള്ള ഭാരങ്ങൾ, നിന്റെ മക്കളെ കുറിച്ചുള്ള ഭാരങ്ങൾ, നിന്റെ തലമുറയെ കുറിച്ചുള്ള ഭാരങ്ങൾ, നിന്റെ ജോലിയെക്കുറിച്ച്, നിന്റെ കടങ്ങളെക്കുറിച്ച്, നിന്റെ ബാധ്യതകളെ കുറിച്ച് നീ അനുഭവിക്കുന്ന എല്ലാ മാനസികമായ സംഘർഷങ്ങളിൽ നിന്നും നിങ്ങളെ വിടിവിക്കുവാൻ വേണ്ടി കർത്താവ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. മനസ്സ് വെച്ച് ദൈവത്തിലേക്ക് മടങ്ങി പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുഴങ്ങാൻ മുടക്കുന്നെങ്കിൽ, പ്രാർത്ഥനയാകുന്ന യുദ്ധത്തിലേക്ക് പൊതി മടങ്ങി വരുന്നെങ്കിൽ ദൈവം നിന്നെ സകലത്തിൽ വിടിവിക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിൽ നടകൊള്ളുമെന്നാണ് ഹല്ലേലൂയ ആവർത്തന പുസ്തകം 33:29 വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: ഇസ്രായേലേ, നീ ഭാഗ്യവാൻ, നിനക്ക് തുല്യനാർ, യഹോവയാൽ രക്ഷിക്കപ്പെട്ട ജനമേ, അവൻ നിന്റെ സഹായത്തിൻ പരിചയം നിന്റെ മഹിമയുടെ വാളുമാകുന്നു. നിന്റെ ശത്രുക്കൾ നിന്നോട് അനുസരണം നടിക്കും, നീ അവരുടെ ഉന്നതങ്ങളിൽ നടകൊള്ളുവെന്ന്. ഈ വചനമൊക്കെ എത്ര യാഥാർത്ഥ്യമാണ്. ഞാൻ ഈ ദൈവത്തിനെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ദൈവമേ, അങ്ങെത്ര നല്ലവനാണ്, അങ്ങെത്ര നല്ല വിശ്വസ്തനാണ്. എത്രയോ സന്ദർഭങ്ങളിൽ പരാജയത്തിന്റെ അനുഭവങ്ങൾ, ഭീതിയുടെ അനുഭവങ്ങൾ, കഷ്ടതകൾ, വേദനകൾ, നൊമ്പരങ്ങൾ ഒക്കെ ജീവിതത്തിൽ കടന്നു വന്ന് അവിടെ എല്ലാം കർത്താവെ നീ വിടുവിച്ച് കൊണ്ടുവന്നല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കാറുണ്ട്. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിനക്കൊരു വിടുതൽ തരുമ്പോൾ നീ ദൈവത്തെ സ്തുതിച്ചു വേണം. ഞാൻ നിങ്ങളോട് ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഞാൻ വളരെ ബലഹീനതയുടെ നടുവിലൊക്കെ നിന്നാണ് ഇപ്പോഴും ദൈവത്തിനെ പ്രസംഗിക്കുന്നത്. അത്ര വലിയ ആരോഗ്യത്തോടെ ബലത്തോടെ ഒന്നുമില്ല. ചില സർജറിക്ക് ശേഷം ചില മണിക്കൂറുകൾ കഴിഞ്ഞതേ ഉള്ളൂ. എങ്കിലും ദൈവം തന്ന വിടുതലെ ഓർത്ത് എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. ദൈവം തന്ന സൗഖ്യത്തെ ഓർത്ത് എനിക്ക് ദൈവത്തെ സ്തുതിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദേവോരിയും ബാരാക്കും ഒക്കെ ദൈവത്തെ സ്തുതിച്ചതുപോലെ ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കാരണം അവൻ തന്ന വിടുതല് തന്നെ, യേശു തന്ന വിടുതലിനെ ഓർത്ത് കഴിയുമ്പോൾ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങി വരണം. വീണ്ടും നാം ദൈവത്തിന് വചനമായിരിക്കുമ്പോൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വഴിയിലൂടെ വരുന്നവർ 7 വഴിയിലൂടെ മടങ്ങിപ്പോകുമെന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം തരുന്നുണ്ട്. നിങ്ങളുടെ ശത്രുസൈന്യം ഹല്ലേലൂയ ഒരു വഴിയായി, ഹല്ലേലൂയ, സ്തോത്രം, വരും. 7 വഴിയായി മടങ്ങിപ്പോകുന്ന ആവർത്തന പുസ്തകം 28-ാം അധ്യായം പ്രാരംഭമൊക്കെ വായിച്ചെന്ന് കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് നേരെ കടന്നു വരുന്ന ശത്രുവിനെ ദൈവം നീക്കി തരുമെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് പറയാൻ ദൂതം തന്ത്രയോ, നിന്റെ കുടുംബത്തെ തകർക്കുന്ന പിശാചിനെ ദൈവം നീക്കി തരുമെന്ന്. പക്ഷെ നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകും.
ജീവിത വിശുദ്ധിയുടെ നീ ദൈവസ്ഥലേക്ക് മടങ്ങി വരണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അങ്ങനെ പറയുക. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യുദ്ധം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, നിങ്ങൾ ആരാധിച്ചാൽ മതി, ദൈവത്തെ സ്തുതിച്ചാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്നാ ദൈവവേദപുസ്തകം പറയുന്നത്. പ്രതികാരം ദൈവത്തിനുള്ളതാണെന്നാ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ യേശു നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ബാരാക്കിയും ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ദെബോരയും കൂടെ യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ, കനാന്യ ജാതിയെ മുഴുവൻ തകർത്ത് ഇസ്രായേലത്തിന്റെ ജയവുമായി വരുമ്പോൾ, അവർ ദൈവത്തിന് സങ്കീർത്തനക്കാരൻ പാടിയതുപോലെ പാടി, എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു, എന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു എന്ന് ആമേ സങ്കീർത്തനം 45:1 വായിക്കുന്നത് പോലൊക്കെ അവരന്ന് ദൈവത്തെ സ്തുതിച്ചു കാണുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ഈ വചനമൊക്കെ വായിച്ചിട്ട് അവരെയൊക്കെ ഈ ദെബോരയും ബാരാക്കിനെ ചിന്തിച്ചു കാണും. അവര് ദൈവത്തെ സ്തുതിച്ചു കാണും. അവരുള്ള കാലഘട്ടത്തിൽ 45 സംഗീതമൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഇന്ന് നമുക്ക് ഈ വചനമൊക്കെ എഴുതി ദൈവാത്മാവ് തന്നത് എന്തിനാണെന്നറിയുമോ? കഴിഞ്ഞ കാല ജീവിതത്തിലെ ഭക്തന്മാരെ കാണിച്ചു തരുന്നതും നാം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരന്റെ ഹൃദയം താൻ വർണ്ണിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ ഗുണഗണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതൊരു ഉറവ് പോലെ ബഹിർഗമിക്കുവാൻ വെമ്പൽ കൊള്ളുന്നു. എന്റെ ഹൃദി എന്നതിന് എന്റെ വാക്കുകൾ എന്ന ആശയമാണുള്ളത്. സമർത്ഥനായ ഒരു എഴുത്തുകാരനെ പോലെ ഭാഷാസ്വാധീനമുള്ള ഒരു വ്യക്തിയായി സങ്കീർത്തനക്കാരൻ വർണ്ണന ആരംഭിക്കുന്നത് അവിടെ കാണുന്നത്. ഹല്ലേലൂയ. എങ്കിലും തന്നെ പറ്റി ഒന്നും പറയാതെ ആത്മപ്രിയരെ കുറിച്ച് മാത്രമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്ന് പറഞ്ഞതുപോലെ യുദ്ധത്തിൽ ജയിച്ചു വന്ന ദെബോരയെ കുറിച്ചും ബാരാക്കിനെ കുറിച്ചും അവർ ഒന്നും പറയാതെ യുദ്ധത്തിൽ അവർക്ക് വിജയം നേടിക്കൊടുത്ത യഹോവയായ ദൈവത്തെ കുറിച്ച് മാത്രമാണ് അവർ പറയുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ ജനം നേരെ തിരിച്ച എന്തെങ്കിലും ദൈവം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കുറിച്ച് അങ്ങ് വാനോളം പറയാൻ തുടങ്ങും. ഞാനത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് എൻ്റെ കഴിവ് പ്രാപ്തിയാണെന്നൊക്കെ. അങ്ങനല്ല. ഇവിടെ സങ്കീർത്തനക്കാരൻ തന്നെ കുറിച്ചൊന്നും പറയാതെ ആത്മപ്രിയനെ കുറിച്ച് പറയുക. ദേവോരിയും വല്ലരിയും ബാരാക്കും ഒക്കെ യഹോവയ്ക്ക് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ദൈവത്തിന് ഉണർന്ന് പ്രവർത്തിക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി ശക്തിയോടെ പ്രയോജനം. ബാരാക്കിനെ പോലെ ദെബോരയെ പോലെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കണം. വായിച്ച വചനം എന്താണ്? ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യമാണല്ലോ. ഉണരുക ദെബോരയെ, ഉണരുക, ഉണർന്ന പാട്ട് പാടുക. എഴുന്നേൽക്കാം ബാരാക്കി, അഭിനവാത്മജ, നിന്റെ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോകാം. അതെ, ദൈവം നിനക്ക് തരുന്ന ആത്മശക്തി, ദൈവം നിനക്ക് നൽകുന്ന കൃപ കർത്താവിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഇതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ജീവിതത്തിൽ പരാജയങ്ങളോ വേദനകളോ ദുഃഖങ്ങളോ കണ്ണുനീരോ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കഷ്ടതയുടെ നിലവിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, ഇതുപോലെ പരിശുദ്ധാത്മാവിനെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നീ ദൈവത്തിന് മടങ്ങി വന്ന് യേശുവിന്റെ കരങ്ങളിന്റെ വിഷയങ്ങളെ ഏൽപ്പിച്ച് നിന്റെ ഹൃദയം യേശുവിന്റെ കൊടുക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ചെറുതും വലുതുമായിരിക്കുന്ന സകല കുടുംബങ്ങളെയും കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പറക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്ന രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ ഗോത്ര വിഭാഗങ്ങളെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അധികൃതർക്കാകുന്ന നിയമനിർമ്മാണ രംഗത്തിൽ ക്രമസമാധാന മാനവരെ, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ വകുപ്പുകളെ, ഞങ്ങളുടെ ജുഡീഷ്യന്റെ വിവിധ വകുപ്പുകളെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കാതെ യാത്ര ചെയ്യുന്ന വാഹന നിർമ്മാതാക്കൾ സെയിൽസ് ചെയ്യുന്നവരെ, കർത്താവി കടലോര വാസികൾ, തീരവാസികൾ, മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, ഹല്ലേലൂയ. കർത്താവി സ്തോത്രം. വലിയ സമുദ്രത്തിൽ കനികളിൽ ജോലി ചെയ്യുന്നവർ, കർത്താവി വിവിധ കമ്പനികൾ, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, വലിയ ചെറുതായി വ്യാപാരികൾ, വ്യവസായികൾ, കർത്താവ് വഴിയോര കച്ചവടക്കാരെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വേണ്ടി ദൈവം കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി, ടാക്സി തൊഴിലാളികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയ ചെറുതും എല്ലാ ഹെവി വാഹനം ഓടിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവി ഇതുമായി രോഗത്തിൽ ഭാരത്തിൽ കടന്നു പോകുന്നവർക്കായി, ബന്ധനങ്ങളിൽ ശാപത്തിൽ കടന്നു പോകും, മദ്യത്തെ ബൈക്ക് പാൻമസ് ലഹരി അടിമപ്പെട്ടവർ, അഭിചാര മന്ത്രവാദങ്ങൾ അടിമപ്പെട്ട്
ഭയപ്പെട്ട് കഴിയുന്നവർ, മാനസികമായി തകർന്ന മെന്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, മാനസികരോഗ കിടക്കുന്ന ക്ഷയരോഗ കുഷ്ഠരോഗ ആശുപത്രി കിടക്കുന്നവരെ, ക്യാൻസർ കിടക്കുന്നവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യകരമായ അസുഖങ്ങളെ ഭാരപ്പെടുന്നവർ, വിദേശ രാജ്യത്ത് ജോലിയിൽ കിടന്ന് കഷ്ടം സഹിക്കുന്നു, സാലറി കിട്ടാതെ അമ്മ നാട്ടിലേക്ക് മടങ്ങിയ വിസ നഷ്ടപ്പെട്ട വിസ പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവർ, അമ്മയെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജോലി ചെയ്യുന്നവരെ, വിദേശ രാജ്യത്ത് കിടന്ന പീഡനയുടെ സൗകര്യമാരി എല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. ഭരണവിദേശ പാർട്ടികൾക്ക് വേണ്ടി മത സാമൂഹിക സാംസ്കാരിക സംഘടനാ രംഗത്ത്, ചരിത്ര മാധ്യമ മീഡിയ രംഗത്ത് നിൽക്കുന്നവരെ, സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സകല ജനത്തെയും പിടിപ്പിക്കണമേ. അല്ലേലിയ വലിയ വീട്ടിലേക്ക് കർത്താവിന്റെ ശൈശവത്തെ ബാല്യത്തെ കൗമാര യൗവനത്തിലും ബാക്കി യാചകർ, ഓർഫനേജ്, ഓൾഡ് ജീവിത തടവറയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തും വിദേശ പ്രവർത്തന ദൈവത്തിന്റെ ദാസന്മാർ, അവരുടെ മക്കൾ, തലമുറകളെ ഓർക്കുന്നു. അവരുടെ ജോലി യാത്ര പിടിപ്പിക്കണമേ. വിവിധ സ്ഥലങ്ങളിൽ മഴ പ്രയാസം കൊണ്ട് കർത്താവിന്റെ ജനം വിടുവിക്കണമേ. സ്കൂൾ കുഞ്ഞുങ്ങളെയൊക്കെ അവരുടെ വാഹനങ്ങളൊക്കെ സൂക്ഷിക്കണമേ. യാത്രയ്ക്ക് ദൈവം അല്ലെങ്കിൽ സ്കൂളിനായിട്ട് പരിസരങ്ങളെല്ലാം ദൈവം കാവൽ ചെയ്യണമേ. അല്ലെങ്കിൽ നമുക്ക് മദ്യപാനികളും മയക്കുമരുന്നിനുള്ള അടിമകളും ഒന്നുമായി തിരയുടെ കുഞ്ഞുങ്ങളെ ദൈവം സൂക്ഷിക്കാനായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ 4 ജില്ലകളെയും കർത്താവ് 3 കോടി ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. 140 കോടി ജനത, 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളെ, 7 ഭൂഖണ്ഡങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 800 കോടി ജനത്തിനായി കർത്താവ് ഒരു വലിയൊരു ഉണർവ് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനം പാപത്തിൽ ശാപത്തിൽ വീട് പോകാതെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് സുവിശേഷന്റെ വാക്താക്കളായി കർത്താവ് യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ ജനത്തെ ഒരുക്കണമേ. സകല മഹത്വം എടുക്കണം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ.